ലൈംഗികാതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കോടതി. രഞ്ജിത്തിന് ജാമ്യം നൽകിയ ഉത്തരവിലാണ് കോടതി നിരീക്ഷണം. കേസിൽ സഹസംവിധായക ശാലിനിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തനിക്കെതിരെയുള്ള പരാതി വ്യാജമെന്നായിരുന്നു രഞ്ജിത്തിന്റെ ആരോപണം. എന്നാൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളുമായി രഞ്ജിത്തിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പ്രഥമദൃഷ്ട്യാ പ്രകടമെന്നാണ് കോടതി നിരീക്ഷണം. പ്രതിയുടെ ആരോഗ്യസ്ഥിതി, ചുമത്തിയ കുറ്റങ്ങളിൽ 5 വർഷത്തിൽ താഴെയാണ് പരമാവധി ശിക്ഷ എന്നിവ പരിഗണിച്ച് ജാമ്യം നൽകുന്നതെന്നും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി. പ്രതിയുടെ ആരോഗ്യസ്ഥിതിയും പ്രായവും സാമൂഹ്യ ബന്ധവും കണക്കിലെടുക്കുമ്പോൾ ഒളിവിൽ പോകാനുള്ള സാധ്യത കുറവാണ്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷിയെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ ആശങ്ക ഗൗരവമായി കാണുന്നുവെന്നും കോടതി പറഞ്ഞു. മാർച്ച് 31-ന് തൊടുപുഴയിൽ നിന്ന് അറസ്റ്റിലായ രഞ്ജിത്ത് ജാമ്യം ലഭിച്ചതോടെ ഇന്നലെയാണ് എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കേസിൽ രഞ്ജിത്തിന്റെ സഹസംവിധായക ശാലിനിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന സംശയത്തിലാണ് നടപടി. കേസിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നാണ് ശാലിനിയുടെ മൊഴി. കേസിൽ 2 പേരുടെ കൂടി രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.